ഹായ് ഗായ്സ്, അഖിൽ ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 നോമിനേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 7 നോമിനേഷൻസിനും ലഭിച്ചിരിക്കുന്ന വോട്ടും ആരാണ് പുറത്തു പോകുന്നതൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ലാലേട്ടൻ്റെ ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ആരാണ് പുറത്തു പോയതെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിക്കൊണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുക. ഏതായാലും വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ഇപ്പോഴും ഒന്നാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോയുടെ പൊസിഷന് യാതൊരു മാറ്റമില്ല. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലും ഒന്നാം പൊസിഷനിലായിരുന്നു, വോട്ടിംഗ് അവസാനിച്ചപ്പോഴും ഒന്നാം പൊസിഷനിലായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും പിന്നിലേക്ക് പോകാത്ത ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. ഇപ്പോൾ 3,22,110 വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ജിൻഡോ. രണ്ടാം പൊസിഷനിൽ സിജോ തന്നെയാണ് തുടരുന്നത്. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 2,55,314 എന്ന നല്ലൊരു വോട്ട് തന്നെ നേടി ജിൻഡോയുടെ തൊട്ടു പിറകിലായിട്ട് രണ്ടാം പൊസിഷൻ നിലനിർത്താൻ സിജോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മൂന്നാം പൊസിഷനിൽ ശ്രീതു തന്നെയാണ് തുടരുന്നത്. വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 1,99,890 വോട്ട് നേടി സുരക്ഷിതമായി തന്നെ മൂന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ ശ്രീതുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നാലാം പൊസിഷനിൽ അപ്സര തന്നെയാണ്. അപ്സരയുടെ പൊസിഷനും സേഫാണ്, യാതൊരു ഡേഞ്ചറും ഇല്ല. 1,70,25 വോട്ട് നേടിയാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നാലാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ നന്ദനയാണുള്ളത്. ഒരു ഘട്ടത്തിൽ പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നന്ദന. എന്നാൽ നന്ദന സേഫ് സോണിലായി. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അഞ്ചാം പൊസിഷനിലാണുള്ളത്. 1,47,890 വോട്ട് നേടിയാണ് തൻ്റെ അഞ്ചാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. ആറാം പൊസിഷനിൽ ശരണ്യയാണ്. ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ ശരണ്യ ഉറപ്പായും പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോൾ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 1,45,105 വോട്ടോടെ ആറാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ ബാക്കിലായി പോയ ഒരു മത്സരാർത്ഥിയാണ്. ഒരു ഘട്ടത്തിൽ പോലും മുന്നിലേക്ക് പോകാൻ സാധിക്കാൻ പറ്റാത്ത ഒരു മത്സരാർത്ഥിയാണ് ശ്രീരേഖ. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ 100% ഉറപ്പിച്ച് പുറത്തു പോകാതിരിക്കാവുന്ന ഒരു മത്സരാർത്ഥിയാണ് ശ്രീരേഖ. ഇനി ബിഗ് ബോസിൻ്റെ കളിയൊന്നും നടന്നില്ലെങ്കിൽ ശ്രീരേഖ തന്നെയാണ് പുറത്തു പോവുക. അത് ഇനി യാതൊരു മാറ്റവുമില്ല. ഏതായാലും നമുക്ക് ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലെന്നൊക്കെ ഇന്ന് ഷൂട്ടിംഗ് കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.